11 വർഷത്തെ അകൽച്ച അവസാനിപ്പിച്ചുകൊണ്ട് NSS ആസ്ഥാനത്തേക്ക് ഇന്ന് രമേശ് ചെന്നിത്തല എത്തും. 148ാമത് മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ചെന്നിത്തല പെരുന്നയിൽ എത്തുന്നത്. വിവരങ്ങളുമായി ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ഷിനോജ്, 11 വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ആസ്ഥാനത്തേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇത് ഇടകൊടുക്കുന്ന ഒന്ന് തന്നെയല്ലേ? ജയലക്ഷ്മി, രാവിലെ 10:45 മന്നം ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തന്നെ ആരംഭിക്കുക. രാവിലെ 7 മണിക്ക് തന്നെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 9 മണിയോടുകൂടി NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തും. 10:30 തന്നെ പ്രധാനപ്പെട്ട ഈ വിശിഷ്ടാതികൾ ഈ ചടങ്ങിലേക്ക് എത്തുന്ന രമേശ് ചെന്നിത്തല, ഫ്രാൻസിസ് ജോർജ് MP ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ 10:30 തന്നെ പെരുന്നയിലേക്ക് എത്തിച്ചേരും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പെരുന്നയിലെ ഈ പ്രധാനപ്പെട്ട ഈ പരിപാടി നടക്കുന്ന ബേക്കിലെ സ്റ്റേജാണ് കാണുന്നത്. വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് പെരുന്നയിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും 11 വർഷത്തെ ഒരു അകൽച്ച അവസാനിപ്പിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് പെരുന്നയിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയപരമായി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 2013 താക്കോൽ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് രമേശ് ചെന്നിത്തലയും NSS നേതൃത്വമായുള്ള ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഒരു അകൽച്ച NSS നേതൃത്വമായി ഉണ്ടായിരുന്നു. അതിനുശേഷം NSSന്റെ ഒരു പരിപാടികളിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഇത്തരത്തിൽ മന്നം ജയന്തി സമ്മേളനത്തിൽ ഒരു മുഖ്യ അതിഥിയായി രമേശ് ചെന്നിത്തല എത്തുന്നത്. എന്തായാലും ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു നേതൃമാറ്റമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല പെരുന്നയിലേക്ക് എത്തുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും VD സതീശനോടുള്ള അനിഷ്ടമാണോ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ ഇത്തരത്തിൽ ഈ ചടങ്ങിന്റെ ഒരു മുഖ്യ അതിഥിയായി കൊണ്ടുവന്നത് എന്നതൊക്കെ ഇനി അറിയേണ്ടതാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉയർന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ, അല്ലേ ഷിനോജ്? തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. കാരണം ഇത്തരത്തിൽ 2013 ഇത്തരത്തിലൊരു പരാമർശം, താക്കോൽ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം. അതിനുവരെ 11 വർഷം മുൻപ് NSSമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ച് ഈ പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജി സുകുമാരൻ നായർ അത്തരത്തിൽ അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക്, അതായത് ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന തരത്തിലൊരു അന്നത്തെ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് സ്ഥാനത്തേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി എത്തുന്നു. പക്ഷേ ആ സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അത് കാര്യമായ രീതിയിൽ ഗുണം ചെയ്തു എങ്കിൽ കൂടി അതിനുശേഷം അത് രമേശ് ചെന്നിത്തല മതേതര മുഖത്തിനൊക്കെ കാര്യമായ രീതിയിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. രമേശ് ചെന്നിത്തല തന്നെ അത് പലതവണ പറഞ്ഞതുമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ രമേശ് ചെന്നിത്തലയിൽ നിന്ന് അകർന്നു ഒരു നായർ ബ്രാൻഡായി രമേശ് ചെന്നിത്തല ചുരുങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. പക്ഷേ അതിനുശേഷമാണ് ഒരു 11 വർഷത്തിന് ശേഷമാണ് അത്തരത്തിൽ ഒരു വിള്ളലൊക്കെ ഉണ്ടായതിനു ശേഷം, എന്തായാലും 11 വർഷത്തിന് ശേഷമാണ് അകൽച്ച അവസാനിപ്പിച്ചുകൊണ്ട് NSS ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ഇന്നെത്തുന്നത്. 148ാമത് മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ചെന്നിത്തല പെരുന്നയിലെത്തുന്നത്.